ഒരുപാട് നാളായിട്ട് നമ്മുടെ വ്യൂവേഴ്സ് റിക്വസ്റ്റ് ചെയ്തിരുന്നതാണ് മയണൈസിൻ്റെ റെസിപ്പി കാണിക്കാൻ. അപ്പോൾ മയണൈസ് നമ്മൾ എഗ്ഗ് വെച്ചിട്ടുണ്ടാക്കും, എഗ്ഗ് ഇല്ലാതെ എഗ്ലെസ് ആയിട്ട് നമ്മൾ മയണൈസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് എഗ്ഗ് വെച്ചിട്ടുള്ള ഒരു മയണൈസിൻ്റെ റെസിപ്പി കാണാം. ഞാൻ മഹിമാസ് സൈമൺ, വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. മയണൈസ് എന്ന് പറയുന്നത് നമ്മൾ മുട്ടയും എണ്ണയും കൂടെ ഇമൾസിഫൈ ചെയ്യാന്ന് വെച്ചാൽ രണ്ടിനെയും കൂടെ ഒരുമിച്ചാക്കി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് മയണൈസ്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ഫോളോ ചെയ്യണം. അപ്പോൾ ഇതായിട്ട് നമുക്ക് ക്ലീനായിട്ടൊരു ജാർ എടുക്കുക, മിക്സിയുടെ ജാറ്. ഇപ്പം ഞാൻ ചെയ്യുന്നത് എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു മയണൈസാണ്. അപ്പം മിക്സിയുടെ ചെറിയ ജാറ് മതി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ഫുൾ മുട്ട ഉപയോഗിക്കാം. അപ്പോൾ മുട്ടയുടെ ഉണ്ണി തന്നെ വെച്ചിട്ട് മയണൈസ് ഉണ്ടാക്കാറുണ്ട്. ഇപ്പം നമ്മൾ ഹോൾ എഗ്ഗ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ മയണൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളുത്തുള്ളി ചേർക്കും. അതൊരു ഫ്ലേവറാണ്. ഒരു 3 അല്ലി വെളുത്തുള്ളി, 3 4 ചേർക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ പഞ്ചസാര, കുരുമുളക് പൊടി, വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം. ഇല്ലെങ്കിൽ നമ്മൾ മയണൈസ് ചെയ്തതിൽ ഉപയോഗിക്കുമ്പോൾ ബ്ലാക്ക് പെപ്പർ കയ്യിലുള്ളെങ്കിൽ ഏതെങ്കിലും ഡിഷ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനകത്തേക്ക് ബ്ലാക്ക് പെപ്പർ ചേർത്താലും മതി, അല്ലെങ്കിൽ നിറം മാറും. പിന്നെ നമുക്കിതിനകത്ത് വേണ്ട വേറെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് മസ്റ്റേർഡ്. മസ്റ്റേർഡ് പലതരത്തിൽ കിട്ടും. കടുക് പരിപ്പ് കിട്ടും. കടുക് പരിപ്പായിട്ടുണ്ടെങ്കിൽ അത് ചതച്ച് ചേർത്താൽ മതി. ഒരു 1/4 തൊട്ട് 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. ഇത് മസ്റ്റേർഡ് പൗഡറാണ്, ഇത് ചേർക്കാം. അല്ലെങ്കിൽ മസ്റ്റേർഡ് സോസ് ചേർക്കാം. അല്ലെങ്കിൽ ഡിജോൺ മസ്റ്റേർഡ് എന്ന് പറഞ്ഞിട്ട് ക്രീമി ആയിട്ടുള്ള മസ്റ്റേർഡ് കിട്ടും, അത് വേണമെങ്കിലും ചേർക്കാം. അത് ഏത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഇതേപോലെ ക്രീമി മസ്റ്റേർഡാണ് ചേർക്കുന്നതെങ്കിൽ, ഡിജോൺ മസ്റ്റേർഡ് ആണെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ വരെ ചേർക്കാം. കടുക് ചതച്ചതാണെങ്കിൽ 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ ചേർത്താൽ മതിയാവും. ഇത് ഫ്ലേവറുമാണ്, ഇമൾസിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇത്രയും ചേർത്തു. ഇനിയും ഇതിനകത്തേക്ക് നമുക്ക് വിനീഗറൂടെ ചേർക്കാം. വിനീഗർ 1 ടീസ്പൂൺ ഇപ്പം ചേർത്തു. ഇനി നമുക്ക് തന്നെയായിട്ട് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് എണ്ണ കുറേശ്ശെയായിട്ട് ആഡ് ചെയ്യാം. ഇപ്പം എണ്ണ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നല്ലത് എപ്പോഴും ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ ഉപയോഗിക്കുക. അതായത് കനോള ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ എടുത്ത് നിൽക്കാത്ത പോലെ. ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ആണെങ്കിൽ ഭയങ്കര സ്ട്രോങ്, നമുക്ക് വെളിച്ചെണ്ണയുടെ ഒരു മണം വരും. അപ്പോൾ അത് മയണൈസ് ഉണ്ടാക്കാനായിട്ട് കൊള്ളത്തില്ല. അതേപോലെ ഒലിവ് ഓയിലാണെങ്കിലും അതേപോലെ ഒലിവ് ഓയിലിൻ്റെ ആ ഫ്ലേവർ എടുത്ത് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഒലിവ് ഓയിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. എപ്പോഴും ഫ്ലേവർലെസ് ആയിട്ടുള്ള ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കുക. ഞാൻ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ കുറേശ്ശെയായിട്ട് നമ്മൾ ഒഴിക്കുന്നത്. ഇപ്പം ഞാൻ 1/4 കപ്പ് വീതം എടുത്ത് നിങ്ങളെ കാണിക്കാനായിട്ട് അങ്ങനെ ചെയ്യുകയാണ്. മൊത്തം 1 കപ്പ് ഓയിൽ വേണം ഒരു മുട്ടയ്ക്ക്. അപ്പോൾ 1/4 കപ്പ് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പകുതി ഇപ്പം ചേർക്കുകയാണ്. പകുതി ചേർത്ത് വീണ്ടും ഒന്ന് ലൈറ്റായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇതേപോലെ ചെറിയ പൾസ് മോഡിലാണ് അടിച്ചത്. ഈ ഒരു ടെക്സ്ചറിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ബാക്കിയുള്ള 1/4 കപ്പിൻ്റെ ബാക്കിയും കൂടെ ചേർക്കാം. വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്യാം. ചെറുതായിട്ട് തിക്കായി തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 1 ടീസ്പൂൺ വിനീഗറൂടെ ചേർക്കാം. വിനീഗറും ഈ ഇമൾസിഫിക്കേഷൻ നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. വിനീഗർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നാരങ്ങാനീര് ഉപയോഗിക്കാം. എന്തെങ്കിലും അസിഡിക് ആയിട്ടുള്ള എന്തെങ്കിലും നമുക്കിതിനകത്തേക്ക് ചേർക്കാം. വിനീഗറിൽ സിന്തറ്റിക് ഉപയോഗിക്കാം, ആപ്പിൾ സൈഡർ ഉപയോഗിക്കാം, ഏത് വിനാഗിരി വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു 4 പ്രാവശ്യം ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്ത ശേഷം ബാക്കി അടുത്ത ഓയിൽ ചേർക്കാം. കാൽ കപ്പിൻ്റെ പകുതിയിൽ കൂടുതൽ ചേർത്തിട്ടുണ്ട്. വീണ്ടും പൾസ് ചെയ്തെടുക്കുക. ബാക്കിയുടെ ചേർക്കാം.
നമ്മൾ മൊത്തം 1/2 കപ്പ് ഓയിൽ ചേർത്തു. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ മൊത്തം 1 കപ്പ് ചേർക്കുന്ന വരെ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. കുറച്ച് ചേർക്കുക, 1/4 കപ്പിൻ്റെ പകുതി വീതം ചേർക്കുക, അടിക്കുക. മൊത്തം 2-3 മിനിറ്റ് ടൈം മാത്രമേ എടുക്കത്തുള്ളൂ. കണ്ടോ, നല്ല തിക്കായി. ഇപ്പം 3/4 കപ്പ് ഓയിൽ ഇപ്പോൾ ഇതുവരെ ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ വെച്ച് വേണം നിങ്ങൾക്ക് നിർത്താം. ഈ 3/4 കപ്പ് ഓയിൽ വെച്ച് നിർത്താം. ഒന്നുകൂടെ തിക്കാവണമെങ്കിൽ വീണ്ടും ആ ബാക്കിയുള്ള 1/4 ഭാഗം ഓയിലും കൂടെ ചേർക്കാം. നല്ല തിക്ക് മയണൈസായി. ഞാൻ നിങ്ങളോട് 1 കപ്പ് പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്റ്റേജ് വേണമെങ്കിലും വെച്ച് എനിക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. 1 കപ്പ് പറഞ്ഞുകൊണ്ട് 1 കപ്പ് തന്നെ ചേർത്ത് കാണിക്കാം. അപ്പം നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി കൂടുതൽ വരും. ബാക്കി 1 കപ്പിൻ്റെ ബാക്കിയും കൂടെ ഫുൾ ചേർത്ത്. തിക്ക് മയണൈസ് ആയിട്ട് കിട്ടി. ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടി. മൊത്തം സമയം നമ്മൾ 3 മിനിറ്റിൽ താഴെ സമയം എടുത്തിട്ടുള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ട് മയണൈസ് കിട്ടി. മയണൈസ് ഉണ്ടാക്കിയിട്ട് ഒരിക്കലും നമ്മൾ പുറത്ത് വെക്കത്തില്ല, എപ്പോഴും ഫ്രിഡ്ജ് വെച്ചിട്ട് വേണം ഇത് സൂക്ഷിക്കാനായിട്ട്. അപ്പം ഗ്ലാസ് ജാറുകളിലാണ് ഏറ്റവും നല്ലത് മയണൈസ് സ്റ്റോർ ചെയ്യാനായിട്ട്. എന്തെങ്കിലും ചില്ലിൻ്റെ ബോട്ടിൽസ് യൂസ് ചെയ്യുക. അപ്പം നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് മയണൈസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ടെക്സ്ചർ പെർഫെക്റ്റ് ആണ്, അതിൻ്റെ ടേസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇതിങ്ങനെ കമത്തിയാൽ പോലും വീഴത്തില്ല, അത്ര തിക്കായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഒരു 3 മിനിറ്റ് സമയം കുറവേ എടുക്കത്തുള്ളൂ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ട്രൈ ചെയ്യുക. ഇത് നമുക്ക് എഗ്ഗ് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് 1 വീക്ക് മാക്സിമം ഉപയോഗിക്കാൻ പാടുള്ളൂ ഫ്രിഡ്ജ് വെച്ചിട്ട്. 1 വീക്കിൽ കൂടുതൽ നമ്മൾ ഫ്രിഡ്ജ് വെക്കാൻ പാടില്ല. കാരണം നമ്മൾ പ്രിസർവേറ്റീവ് ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് ആ 1 വീക്കിനകത്ത് നമ്മൾ കൺസ്യൂം ചെയ്യണം. ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് സാൻഡ്വിച്ചസ് ഉണ്ടാക്കാനായിട്ട് അല്ലെ സാലഡ്സിനകത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഡിപ്പായിട്ട് വേണേൽ സെർവ് ചെയ്യാം. ഫ്രൈസൊക്കെ കൊടുക്കുമ്പോൾ ഡിപ്പായിട്ടൊക്കെ സെർവ് ചെയ്യാം. ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈമാസ് കുക്കിംഗ് ക്ലാസ്.